ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാബ് കുക്ക് കളക്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അലീന മനോജ്. ഞങ്ങളുടെ സ്ഥലം വരുന്നത് മമ്പാട്, അതായത് നിലമ്പൂർ റോഡ്, മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. വേഗം കാണിക്കാം. ഇന്ന് ചിലപ്പോൾ 2 വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ബണ്ടിലും കൂടെ വരാനുണ്ട്. ഇപ്പോൾ ഇത്ര ടൈമായിട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം കാണിക്കാതെ. നല്ല അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ. റെഡിമെയ്ഡ് സെറ്റ്, അതായത് ഈദിനൊക്കെ പറ്റിയ റെഡിമെയ്ഡ് സെറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരികയാണെങ്കിൽ, ഇന്ന് ഒരു ഈ ഉച്ച ആകുമ്പോഴത്തേക്കും വരികയാണെങ്കിൽ നമ്മളൊരു ഈവനിങ്ങിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ടാലോ. ഇത് ഫസ്റ്റ് മസ്ലിനാണ് കാണിക്കുന്നത് കേട്ടോ. മസ്ലിന ഇത് പുതിയ വെറൈറ്റി വന്നതാണ്. മസ്ലിൻ ഷർട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒന്ന് കാണിച്ചേ, പക്ഷേ വീഡിയോ എന്തായി, റെക്കോർഡായില്ല. ഞാൻ മൈക്ക് എന്താ പറയുക എടുക്കാൻ മറന്നുപോയി, മൈക്ക് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് വെറും സംസാരം ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ എടുക്കണം. അതാണ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, പെട്ടെന്ന് കാണിക്കുന്നതും അതാണ് കണ്ടോ. ഇതാണ് ന്യൂ മോഡൽ വന്നിട്ടുള്ളത്. അതായത് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. ഇങ്ങനെ ഞാൻ വെച്ചുതരാം കണ്ടോ. ഇതാണ് മെറ്റീരിയൽ. ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. എന്നിട്ട് അതിനകത്ത് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സും വരുന്നത് നല്ല എന്താ പറയുക, സൂപ്പർ ആയിട്ടുള്ള, അതായത് ഈ ഒരു കളർ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ആണ്. ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത്. ഇനി അതിന്റെ ഫ്ലവേഴ്സ് വരുന്നത് ഓഫ് വൈറ്റിൽ ചെറിയൊരു ബോർഡർ സ്കൈ ബ്ലൂ കൊടുത്തിട്ടാണ് വരുന്നത് കണ്ടോ. ഇനി ഷാൾ വരുന്നതിന്റെ കോൺട്രാസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ലീഫിന്റെ കളർ, അതായത് ഇതിനകത്തുള്ള പൂക്കളില്ലേ, അതിന്റെ കളറ് ഷാള് കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഷാള് അങ്ങനെ. പിന്നെ ഇതിനകത്തുള്ള പൂക്കള് ഓഫ് വൈറ്റിന് പകരം ഇതിന്റെ നേവി ബ്ലൂ ആണ് പൂക്കൾ വരുന്നത്, ഫ്ലവേഴ്സ് വരുന്നത്. മനസ്സിലായോ. ഇതിന്റെ സൈഡ് പോർഷൻ വരുന്നത്, ഇതിന്റെ ഒരു സൈഡ് കിട്ടട്ടെ, ഇതിന്റെ ഫസ്റ്റ് പോർഷൻ ഇതാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിന്റെ സൈഡിലായിട്ട് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ ബോർഡർ ആണ് വരുന്നത്. ഇതിന്റെ സൈഡ് പോർഷൻ, അതായത് താഴ്ഭാഗവും അതുപോലെ തന്നെ മേൽഭാഗവും നമ്മുടെ ഷോൾ ആയിട്ട് വിയർ ചെയ്യുന്ന ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കണ്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഈ ഗോൾഡൻ ആയിരിക്കും വരിക. ഗോൾഡൻ ഒരു പോർഷനാണ്, ഒരു എന്താ പറയാ, ഒരു ഗോൾഡൻ പോർഷനാണ് വരുന്നത്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് നേവി ബ്ലൂ, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിരിക്കും അതിന്റെ താഴ്ഭാഗം വരുന്നത്. അടിപൊളിയായിരിക്കും. ഇതൊരു ന്യൂ മോഡലാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഇത് വെറൈറ്റി ഒരു ന്യൂ മോഡൽ, ഇതിനു വേണ്ടി സ്പെഷ്യലി വന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. ഡാർക്ക് കളേഴ്സ് ഒക്കെ ലവ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂ കളറാണ്. പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ. അടിപൊളിയായിരിക്കും. നേവി ബ്ലൂ ആണ് ബോട്ടം വരുന്നത്. നെക്സ്റ്റ് കാണിക്കാവേ. നെക്സ്റ്റ് ഇത് തന്നെ ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് സെയിം അതുപോലെ തന്നെ കണ്ടോ. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു, ഫുള്ള് നിവർത്തി ഒക്കെ ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചതാണ്. ബട്ട് എന്ത് പറ്റി, ഞാൻ മൈക്ക് വിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സൗണ്ടിന്, അപ്പോൾ വീണ്ടും പണിപാളി. ഇതാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ. സൂപ്പർ ആയിരിക്കും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യണ്ടേ. ഇതാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ. അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക്. മറ്റേ വേറൊരു കളറായിരുന്നു നേവി ബ്ലൂ. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇന്ന് കുറെ വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. ഇതിന്റെ ഷോൾ വരുന്ന അടിപൊളിയായിട്ടുള്ള ഷോളാണ് വരുന്നത്. അതിന്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലെ. റേറ്റ് വരുന്നത് 980 ആണ്. 44 ആണ് വിഡ്ത്ത് വരുന്നത്. 2.5 ആയിരിക്കും സെറ്റിനകത്ത് ഉണ്ടാവും. 1 സെറ്റില് 2.5 ടോപ്പ്, 2.25 ഷോള്, 2 ബോട്ടം, അങ്ങനെയാണ് കേട്ടോ സെറ്റ് വരുന്നത്. ദെൻ ഇത് നെക്സ്റ്റ് വരുന്നത് കണ്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കണ്ടോ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല വിഡ്ത്തുള്ള ഷാളുമാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. മസ്ലിനെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ക്ലോത്താണ് മസ്ലിൻ എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡുള്ള ക്ലോത്ത് ആണ് കേട്ടോ. ഇതിന്റെ പാൻറ്റും ഇതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ് കണ്ടോ. ബ്ലാക്ക് പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാണിക്കാം. നെക്സ്റ്റ് തന്നെ വേറൊരു കളറ്, അടിപൊളിയായിട്ടുള്ള കളറാണ്. ഇതാണ് ഞാൻ ഒരു പ്രാവശ്യം ഇതൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു പോയി. ഇതാണ് പറ്റിയത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. സെയിം കളർ, ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഡിസൈൻ ഒക്കെ സെയിം ആണ്. ഇതിന്റെ ഷോളും കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അടിപൊളിയാണ്. പാന്റ് വരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളറാണ് പാന്റ് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തോണ്ട് എന്തൊക്കെയൊക്കെയോ ഇതിനകത്തും പറഞ്ഞു ഇതിനകത്തും പറഞ്ഞു, എല്ലാം കൂടെ മിക്സ് ആയിട്ട് എനിക്ക് തന്നെ കണ്ടോ വലിച്ച് ഞാൻ ഇങ്ങനെ ഇട്ടുതരാം. അപ്പൊ നിങ്ങക്ക് ക്യാമറയിൽ ശരിക്കും കാണുമല്ലോ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരിക. ഞാൻ 2 വീഡിയോയിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നു, എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ പറയുന്നതെന്ന്. ഓക്കെ, നല്ല ക്ലോത്ത് ആണ്. ഞാൻ എങ്ങനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അടിപൊളി ക്ലോത്ത് ആണ്. ഈ ഒരു 3 സെറ്റാണ് നമുക്ക് ന്യൂ ഇതായിട്ട് വന്നിട്ടുള്ളത്. ഇത് പെരുന്നാൾക്ക് വേണ്ടി സ്പെഷ്യലി വന്നിട്ടുള്ള ക്ലോത്ത് ആണ് കണ്ടോ. ഇതിന്റെ സൈഡൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള സോറി നിങ്ങൾക്ക് കാണൂല അല്ലേ, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വലിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ് ഡിസൈനാണ് ഇവിടെ വന്നത്. ഈ ഒരു ഡിസൈനിൽ മസ്ലിൻ നമുക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു കോംബോ നല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോംബോയാണ്. ഈ ഒരു ബോർഡർ നിങ്ങൾ വിചാരിക്കും എന്താ പറയാ, ഇത് കസവിലല്ല വരുന്നത്, നല്ല ഫോയിൽ പ്രിന്റിലാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട, ഫോയിൽ പ്രിന്റ് ആണ്, ഒരിക്കലും കസവല്ല, നല്ല മെറ്റീരിയൽ ആണ്, ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഫോയിൽ പ്രിന്റ് ആണ് കണ്ടോ, കസവല്ല കേട്ടോ. അങ്ങനത്തെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരും, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കണ്ടോ. പൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. കണ്ടോ, ഈ ഒരു കോംബോ ഇതുവരെയായിട്ട് നമുക്ക് വന്നിട്ടില്ല, ഫസ്റ്റ് ആണ് ഇതിങ്ങനെ ഒരു കോംബോ വരുന്നത്. ഈ ഒരു കളറ് ഇതിനകത്ത് ഫ്ലവർ ലീഫ്, അതിന് ഓപ്പോസിറ്റ്, അങ്ങനെ രണ്ടും ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഇതിന് സെയിം ബോട്ടവും വന്നു. അപ്പൊ എല്ലാം ആയിട്ടൊരു കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതിന് സെയിം തന്നെ പിങ്ക് കളർ നമ്മൾ ഓൾറെഡി കാണിച്ചു. ഈ കളറ് കണ്ടോ, ഈ ഒരു കളർ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സെയിം മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ നമുക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് ബണ്ടിൽ വന്നു. ബണ്ടിൽ വന്നപ്പോൾ നമ്മൾ ഒരു ബണ്ടിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇത് 2 ബണ്ടിലായി പോയി. അപ്പോൾ കുറേ മെറ്റീരിയൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ചോദിച്ചവരോടൊക്കെ സോൾഡ് ഔട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടാതെ പോകണ്ട, ഇവിടെ വെറുതെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം വീഡിയോ ചെയ്തതാണ്. പെട്ടെന്ന് ബക്രീദിന് ആവശ്യമുള്ളത് വേഗം കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇതിന് വിടുത്ത് വരുന്നത് പക്ഷേ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 58 ആണ് വിടുത്ത് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 58 ആണ് വിടുത്ത് വരുന്നത്. 2 മീറ്റർ ടോപ്പിനും പിന്നെന്താ പാന്റിന് ബോട്ടത്തിന് 1.6 മതി. ഷോളിന് 2.25 ആണ് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എത്ര മെറ്റീരിയൽസ് കുറച്ചിപ്പോൾ ചിലവർക്ക് 2.5 ടോപ്പ് വേണ്ടിയിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്ക്, അപ്പോൾ അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. 980 980 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു, എന്തൊക്കെയൊക്കെ നല്ല വിശദീകരണം കൊടുത്ത് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു. ബട്ട് എന്ത് പറ്റി, സൗണ്ടില്ല, ആ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിപ്പോയി, അതാ പറ്റി ഈ വീഡിയോയ്ക്ക് എനിക്കൊരു ഉഷാർ കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് വരുന്നത്, മസ്ലിനിലാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ന്യൂ വീഡിയോ വരുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് സെറ്റ് നല്ല അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുക്കുക കേട്ടോ. അതുപോലെ വൈകുന്നേരം ചിലപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാവും ചാൻസ് ഉണ്ട്, വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, അത് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തായാലും വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഈ മെറ്റീരിയൽ അതേപോലെ തന്നെ DTDC അയക്കാൻ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ എന്ത് ചെയ്യും, DTDC അയക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ. അജ്രക് പ്രിന്റിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേയിൽ അജ്രക് പ്രിന്റിൽ തന്നെ കൊണ്ടുവന്നു. ഒരു റെഡ് അതുപോലെ തന്നെ പിക്കോ കളർ. അപ്പോൾ ആ കളറ് ഈ ഒരു കളറിനോട് ചേർന്നതാണ്, അതായത് റെഡ് ഇതിനോട് ചേർന്ന കളർ ആയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിക്കാഞ്ഞത്. ഇത് 58 ആണ് വിഡ്ത്ത് വരുന്നത്. ടോപ്പ് വരുന്നത് അജ്രക് പ്രിന്റ് തന്നെയാണ്. അന്ന് കുറെ പേര് ചോദിച്ചു അജ്രക് പ്രിന്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചു, പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്ന് അവൈലബിൾ ആയിരുന്നു. അന്ന് നിങ്ങൾക്ക് മാറിപ്പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്, റെഡും ഇതും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് കാണിക്കാതിരുന്നത്. അജ്രക് പ്രിന്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വേറൊരു കളറിലേക്ക് പോകുന്ന ഒരു റോസിലേക്കൊക്കെ പോകുന്ന ഒരു കളറാണ് കണ്ടോ. സെയിം കളർ, നിങ്ങൾ ക്യാമറയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ. 58 ആണ് വിഡ്ത്ത് വരുന്നത്. 58 ആണ് വിഡ്ത്ത് വരുന്നത് കണ്ടോ. ഇതിന് ഷോള് ഇങ്ങനെ, ഇത് സെറ്റായിട്ട് നമ്മൾ കൊടുക്കുവല്ലേ, സെറ്റായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ഷാള് ബോട്ടം ടോപ്പ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഷോള് നമ്മൾ കണ്ടോ ലൈറ്റിലോട്ട് ഇങ്ങനെ വരുമ്പോൾ വേറൊരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും ഈ ഷെയ്ഡ് കാണാൻ.
ഇനി ബോട്ടം ഈ ഒരു കളറും. ഇതിന് സെറ്റിന് റേറ്റ് വരുന്നത് 980 ആണ്. സെറ്റിന് റേറ്റ് വരുന്നത് 980 രൂപ കേട്ടോ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ നിങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കണ്ടോ, ഇത് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കും തേക്കാതെ പോരുത്. എന്ന് കൊണ്ടുവന്നാലും നമ്മുടെ ഷോപ്പിൽ ബാക്കി വരാത്തൊരു ക്ലോത്ത് ആണ് ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ. എത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്ത് ആണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. കണ്ടോ ഒത്തിരി മീറ്റർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കും കിട്ടാതിരിക്കേണ്ട വിചാരിച്ചിട്ട് ഒത്തിരി മീറ്റർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളറ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പളോസോ ബ്ലാക്ക് ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഫുൾ കോട്ട് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം. ഇതിലൂടെ ഞാൻ വേറൊരു മെറ്റീരിയലൂടെ കാണിച്ചു തരാം. ഇത് ഹക്കോബയാണേ. കണ്ടോ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഹക്കോബ. കണ്ടോ എന്ത് സൂപ്പർ ആയിട്ടുണ്ടെന്ന്. ഇത് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് നമ്മൾ പുതിയത് കൊണ്ടുവന്ന് തന്നെയാണ്, ബണ്ടിൽ പുതിയത് തന്നെയാണ്, ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കണ്ടോ ഇങ്ങനെ ഇട്ടാലേ ശരിക്കും കാണുള്ളൂ. കണ്ടോ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഹക്കോബയാണ്. ഈ ഹക്കോബ ഞാൻ എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷർട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഉള്ളിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുകൊണ്ട് ബാബാ സൂട്ടൊക്കെ അടിച്ച് അടിപൊളിയായിരിക്കും. ഇതിന് വരുന്നത് ഈ ഒരു ഇതിന് വരുന്നത്, അതായത് ഈ ഹക്കോബയ്ക്ക് വരുന്നത് ഹക്കോബയാണ് കേട്ടോ. ഇന്നിവിടെ വന്നിട്ട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് നല്ല സ്മൂത്ത് ക്ലോത്ത് ആണ്. ഹക്കോബയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല സ്മൂത്ത് ക്ലോത്ത് ആണ് കേട്ടോ. ഹക്കോബ നല്ല, ഇതിന് റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കാണ്. കണ്ടോ നല്ല അടിപൊളി ത്രെഡ് വർക്ക് എന്ന് വെച്ചാൽ അടിപൊളി. കണ്ടോ നോക്കൂ, അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇന്നത്തെ ഫ്ലവേഴ്സും നമ്മൾ അടിയിൽ ഏതാണ് ലൈനിങ് കൊടുക്കുന്നത് അതനുസരിച്ച്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഹക്കോബയിലേക്ക് എത്തി. ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഇന്ന് ഞാൻ വിയർ ചെയ്ത് ഇവിടെ മോർണിംഗിലൊക്കെ ഇവിടെ വിയർ ചെയ്തിരുന്നത് ഈ ഒരു ബാബാ സൂട്ട് മോഡലാണ് വിയർ ചെയ്തത്. അതായത് ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഉള്ളിലൊരു ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിന്റെ മേളിൽ ഇത് ബാബാ സൂട്ടൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. ബാബാ സൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 160 റുപ്പീസ് ആണ്. 58 വിഡ്ത്ത് ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഒരു 2 മീറ്റർ ഒക്കെ മതിയാവും. 2 മീറ്റർ നിങ്ങൾ സ്റ്റിച്ചിങ്ങാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ കേട്ടോ. ബെഡ്ഷീറ്റിനാണെങ്കിൽ ബെഡ്ഷീറ്റിന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കർട്ടൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കർട്ടൻ. എന്നിട്ട് ഈ ഹക്കോബില്ലേ അത് നിങ്ങൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഞാൻ അടിപൊളിയാവും. കാരണം ഞങ്ങളുടെ ബെഡ്റൂം കോംബോ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഫുള്ള് കർട്ടൻ ഈ ഒരു മെറ്റീരിയൽ എൻ്റെ അതിൻ്റെ അടിഭാഗം സൈഡിലും, അതുപോലെ തന്നെ ബെഡിൽ നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ടേക്കുന്നതൊക്കെ ഇതേ സാധനം തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ എന്താണ് ഹക്കോബയും കൊണ്ട് ചെയ്തേക്കാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ കോംബോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഞങ്ങളുടെ റൂമിൽ കോംബോ ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. അതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളി. അത് ഞാൻ പറഞ്ഞത്, ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ഇനി ഈവൻ ഒരു കുട്ടികൾക്കുള്ള ഒരു ബാബാ സൂട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ജസ്റ്റ് ഒരു ഷോർട്ട്സും ചെറിയൊരു വൈറ്റ് കൊണ്ട് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ഒക്കെ തയ്ച്ചാൽ അത് വരെ ഭംഗി ഉണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എന്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഈവൻ ദോ പാരൻസിന് ബ്ലൗസ് സ്റ്റിച്ചിന് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാറിനോ എന്തിനു വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലോത്ത് ആണ്. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതന്നെ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഷർട്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടൺ ആണ്, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല രസമാണ്, ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയായിരിക്കും. കർട്ടൻ ഒരുപോലെ, ഞങ്ങളുടെ ബെഡ് ഒരുപോലെ, ഇനി ഈ അവിടെ ഞങ്ങളുടെ ചെയർ, അതുപോലെ തന്നെ ഇനി ടീപ്പോ എല്ലാം നമ്മുടെ ആ ടേബിളൊക്കെ അതേപോലെ തന്നെയാണ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇനി ബെഡ്റൂമിൽ പെയിന്റ് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് പുറത്തുനിന്ന് ഇനി ഒരാൾ കയറി വന്നാലും നല്ല രസമുണ്ടെന്നാണ് നമ്മളോട് പറയാറ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖം. നമ്മുടെ ഇവിടുത്തെ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. കർട്ടൻ, ഇവൻ്റോ നമ്മുടെ ടേബിളില്, ചെയറില്, നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമ്മൾ ഇതുകൊണ്ടാണ്. മിററിന്റെ ചുറ്റും ഇതുകൊണ്ടൊക്കെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കണേ. ഞാൻ പറഞ്ഞില്ലേ കുട്ടിയൊക്കെ വരെ ഒരു ചെറിയൊരു ഷോർട്ട്സും ചെറിയൊരു ക്രോപ്പ് ടോപ്പിന്, ബോയ്സിനാണെങ്കിൽ ബാബാ സൂട്ട്, അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി ഇപ്പൊ നിങ്ങളെ ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഫ്രണ്ട്സിന് ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹസ്ബൻഡ്സിനൊക്കെ ഷർട്ട്, ബോയ്സിനൊക്കെ ഷർട്ട്, എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കണ്ടോ അടിപൊളിയായിരിക്കും. ഇനി ഞങ്ങൾ അടുത്തത് ഈ ഒരു കോംബോ ഇറക്കട്ടെ. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും
പപ്പയ്ക്കും അനിയനും ഷർട്ട്, അമ്മയ്ക്കും എനിക്കും ചുരിദാറോ അല്ലെങ്കിൽ ബാബാ സെട്ടോ ഞങ്ങൾ ഇത് തയ്ച്ചിടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഈ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്തുനിന്ന് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കാണിച്ചതാണ് വീഡിയോയിൽ. ഇതൊക്കെ ന്യൂ ബണ്ടിൽ വന്നപ്പോൾ അതിനകത്തുണ്ട്. കുറെ പേർക്ക് ഞങ്ങൾ കൊടുക്കാനേ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇത് കാണിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഷെയിം ആയിട്ട് തോന്നുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല സാധനം ഇവിടെ ഇരുന്നിട്ട്, കാരണം ഇന്നാണ് ബണ്ടിൽ വന്നത്. അപ്പൊ ഒത്തിരി പേർക്ക് ഞങ്ങൾ റീഫണ്ടും ചെയ്ത് കൊടുത്തു. ഈ ഒരു മെറ്റീരിയൽ അറിയാം, ഒത്തിരി പേർക്ക് അറിയുകയും ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇന്ന് പെട്ടെന്ന് വന്നാണ്, നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇനി വരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ആളുകൾ. ഞാൻ ഇല്ലാന്ന് പറഞ്ഞുപോയി, സ്റ്റാഫ്സും ഇല്ലാന്ന് പറഞ്ഞുപോയി. അപ്പൊ അവരൊക്കെ പറഞ്ഞു, അയ്യോ അലീന ഇന്നും മെറ്റീരിയൽ വന്നല്ലോ, ഇനി എന്താ ചെയ്യുക. നമ്മൾ ഒത്തിരി പേരോട് ഇല്ലാന്ന് പറയുകയും ചെയ്തു. കണ്ടോ, ഡൗ ആണ് മെറ്റീരിയൽ, നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ്. ഇത് രണ്ടും നമ്മൾ കാണിച്ചതാണ് ഓൾറെഡി. കണ്ടോ, പുതിയ ബണ്ടിലാണ്, ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഇത് അത്യാവശ്യം മീറ്റർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ചോദിക്കണം കേട്ടോ. 110 ആണ് റുപ്പീസ്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള നല്ല ഇത് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നല്ല മെറൂൺ ആണ്. പിന്നെ അതിനേക്കാളും ലൈറ്റ് ഷെയ്ഡ് മെറൂണ്. പിന്നെ സെയിം കളർ ഒരു ഫ്ലവേഴ്സ് ആണ്, ലാവൻഡർ കളർ, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, അങ്ങനെ ഒരു കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, കോംബോ വന്നിട്ടുള്ളത് കേട്ടോ. മെറ്റീരിയലിനെ കുറിച്ച് ഞാനിനി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലോത്ത് ആണ്. ഡൗ ആണ്, നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ്. കണ്ടോ, ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല കേട്ടോ. ഒത്തിരി പേര് ഇത് വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിലെത്തി അവർ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങുക. പിന്നെ വൈറ്റ് ആണ്. വൈറ്റ് ഒക്കെ ഇവിടെ ഒത്തിരി പേര് ചോദിച്ചു വന്നു, പക്ഷെ എന്താ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സങ്കടം വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാമത് വന്നാണ്, പക്ഷെ നിങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. കണ്ടോ, സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല അടിപൊളി. കണ്ടോ, സ്മൂത്ത് മെറ്റീരിയൽ ആണ്. നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ ഈ ക്യാമറ കാണുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, സെയിം ഡിസൈൻ തന്നെയാണ്. കണ്ടോ, ഓക്കെ. നെക്സ്റ്റ് ഇനി അടിപൊളിയായിട്ടുള്ള ഓഫറാണ്. നല്ല ഇത് കണ്ടോ, ഇത്രയും ബണ്ടിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളൂ, ഇതൊക്കെ എത്രങ്ങാണ് ആളുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. കാരണം നമ്മൾ ഇത് നമുക്ക് എന്താണ് കൂടുതൽ നമുക്ക് എൻക്വയറി ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, ഇത് ഫുള്ള് നമ്മുടെ തീരാറുമുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പൊ ചിലവരൊക്കെ ഫസ്റ്റ് 2 പ്രാവശ്യമൊക്കെ ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ പെട്ടെന്ന് കാണണം എന്നൊക്കെ മനസ്സിലാവും. അതുപോലെ നിങ്ങൾ പെട്ടെന്ന് നമ്മളോട് ചോദിക്കൂ അല്ലേ. കണ്ടോ, ഇതാണ് നമ്മുടെ റിങ്കിൾ റയോൺ ആണ് വരുന്നത്. ഓഫർ റേറ്റിലാണ്. നിങ്ങൾക്കറിയാം റിങ്കിൾ റയോൺ എന്തിനു വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. റിങ്കിൾ റയോണിന് ഒരു റേറ്റ് വരുന്നത് 180 ആണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും 100 റുപ്പീസ് ആണ് കൊടുക്കുന്നത്. വെറും 100 റുപ്പീസ് ആണ്. അതായത് റേറ്റ് വരുന്നത് 100 ആണ് കേട്ടോ. വിഡ്ത്ത് വരുന്നത് 58 വിഡ്ത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി മെറൂണില്, ഗ്രീന്, അതുപോലെ തന്നെ പല കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് കണ്ടോ, നല്ല ഗ്രീൻ, കണ്ടോ ഗ്രീന്, റെഡ്, വൈറ്റ്, എല്ലാ ബബിൾസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അടിപൊളി ഡിസൈൻ ആണ്. ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും കിട്ടട്ടെ. ഒത്തിരി മീറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും നിങ്ങളൊക്കെ പർച്ചേസ്, നമ്മുടെ വെയിറ്റിനനുസരിച്ചാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രയാണോ പർച്ചേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒത്തിരി റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോയും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ റെഡിമെയ്ഡ് വരുന്നുണ്ട്, അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഇന്ന് വൈകുന്നേരം വീഡിയോ വരുന്നെങ്കിൽ നാളെ മോർണിംഗ് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈവൻ ദോ ഒരു ഫ്രൈഡേക്കുള്ളിൽ നിങ്ങളുടെ കൈ കിട്ടും കേട്ടോ. DTDC ആണെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ട് മതി, വല്ല മാരേജ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഡെയിലി യൂസിനൊക്കെ മതി എന്നുള്ളവർക്ക് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റിൽ എത്തും. അതും കുറേ ദിവസം ഒന്നും എടുക്കില്ല, ഒരു 3 days ഓർ മാക്സിമം 4-5 days അത് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.